മഹാരാഷ്ട്രയിൽ ദുരിതമൊഴിയാതെ കർഷകർ. തെരഞ്ഞെടുപ്പിൽ കർഷകരോഷം ഒഴിവാക്കാൻ സവാള കയറ്റുമതി നിരോധനം പിൻവലിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ 40% നികുതി ചുമത്തിയതോടെ ആഗോള വിപണിയിൽ ഉള്ളിക്ക് ആവശ്യക്കാരില്ലാതായി. ഇതോടെ ആഭ്യന്തര വിപണിയിൽ സവാള വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകരെ വലച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കർഷകരോഷം ഭയന്നാണ് സവാള കയറ്റുമതി നിരോധനം പിൻവലിച്ചത്. എന്നാൽ നടപടി മൂലം സവാള വില കൂടിയാൽ ജനരോഷത്തിനിടയാക്കുമെന്ന കാരണത്താൽ കേന്ദ്ര സർക്കാർ കയറ്റുമതി നികുതിയും ഏർപ്പെടുത്തി. കയറ്റുമതി ചെയ്യുന്ന ഉള്ളിയുടെ ഏറ്റവും കുറഞ്ഞ വില ടണ്ണിന് $550 ആയിരിക്കണമെന്ന് നിശ്ചയിച്ച സർക്കാർ 40% നികുതി കൂടി ഉൾപ്പെടുത്തിയതോടെ വില ടണ്ണിന് $770 ആയി. അതേസമയം പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി $350 സവാള കിട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇരട്ടി വിലയ്ക്ക് ആര് വാങ്ങുമെന്നാണ് കർഷകർ ചോദിക്കുന്നത്. ഇതോടെ ആഭ്യന്തര വിപണിയിൽ സവാള വില കുത്തനെ ഇടിഞ്ഞു. പോയ വർഷം സവാളയ്ക്ക് ക്വിന്റലിന് 4000 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇന്ന് 1200 രൂപ വരെയായി കുറഞ്ഞത്. പ്രശ്നം പരിഹരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി देवेंद्र फडणवीस उറപ്പ് നൽകിയിരുന്നെങ്കിലും വാഗ്ദാനത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. केंद्र सरकारच्या पाठीमागे लागलो होतो. केंद्र सरकारला आम्ही विनंती केली होती की शेतकऱ्यांचं नुकसान होत आहे, त्यामुळे ही निर्यात बंदी आपण उचलली पाहिजे आणि त्याला प्रतिसाद केंद्र सरकारने दिलाय, याचा मला मनापासून आनंद आहे. നേരത്തെ കയറ്റുമതി നിരോധനത്തെ തുടർന്നും ഇപ്പോൾ കയറ്റുമതി നികുതി കാരണവും ഉള്ളിവില കൂടുന്നില്ല. കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നാണ് കർഷകർ പരിതപിക്കുന്നത്. 2 ആഴ്ചയിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വില കൂടും വരെ കാത്തിരിക്കാനുമാകില്ല. ഇതോടെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് നഷ്ടം കുറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് മഹാരാഷ്ട്രയിലെ കർഷകർ. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.